നമസ്കാരം. വാസവന് പിന്നാലെ പിണറായി സ്തുതിയിൽ എയറിലായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാരണഭൂതനെ ദൈവ അവതാരമായി കണ്ടുകൊണ്ടായിരുന്നു വാസവന്റെ സ്തുതി. എന്നാൽ ഇതിനെ വ്യക്തിപൂജയായി കണ്ട് എതിർത്ത MV ഗോവിന്ദൻ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സൂര്യനായി ഉപമിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ സൂര്യനാണ് എന്നും അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നുമൊക്കെയാണ് ഗോവിന്ദന്റെ സ്തുതിഗീതങ്ങൾ. P ജയരാജനെ കുറിച്ച് പാട്ട് വന്നപ്പോൾ വിമർശിച്ച പാർട്ടിയുടെ അതേ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സൂര്യനാണ് എന്നും പറയുന്നത്. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗോവിന്ദൻ പറഞ്ഞ പോലെ പിണറായി അടുത്ത് വന്നിട്ടും അഥവാ കരിഞ്ഞു പോയില്ല എങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയക്കുമെന്നും 58 വെട്ടുവെട്ടി കരിയിച്ചു കളയുമെന്നും സതീശൻ പറഞ്ഞു. ജീർണിച്ച് ഇല്ലാതാകുകയാണ് CPM. അതിന്റെ തെളിവാണ് പിണറായിയുടെ ഈ പുകഴ്ത്തുപാട്ട്. പോലീസിനെ നോക്കുകുത്തികളാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ. പോലീസിനെ അപമാനിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ് എന്നും എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഭരിക്കുന്നത് എന്നും സതീശൻ ചോദിച്ചു. സ്വന്തം പാർട്ടിക്കാർ പോലീസിനെ അപമാനിക്കുന്നത് കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് നാണമാകുന്നില്ലേ എന്നും സതീശൻ ചോദിക്കുന്നു. സതീശന്റെ വാക്കുകൾ ഇങ്ങനെ: സ്തുതിപാഠക വൃന്ദത്തിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി സൂര്യനാണ്, കഴുകനാണ്, കാരണഭൂതനാണ്, കുന്തമാണ്, കുടച്ചക്രമാണ്, ദൈവത്തിന്റെ വരദാനമാണ് എന്നൊക്കെ മന്ത്രിമാർ തന്നെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നു. സ്തുതിപാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിച്ചതാണ് പിണറായി വിജയനും സംഭവിച്ചിരിക്കുന്നത്. സ്തുതിപാഠകർക്കിടയിൽ പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ചരിത്രത്തിൽ ദുരന്തം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. P ജയരാജന് വേണ്ടി പാട്ടിറക്കിയപ്പോൾ വ്യക്തിപൂജയാണ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സൂര്യനാണ് എന്നും അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നും പറയുന്നത്. കരിഞ്ഞു പോയില്ല എങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയച്ച് 51 വെട്ടുവെട്ടി കരിയിച്ചു കളയും. ഒരാൾ സൂര്യനാണ് എന്ന് പറയുമ്പോഴാണ് മറ്റൊരാൾ കഴുകനാണ് എന്നും മറ്റൊരാൾ കാരണഭൂതനാണ് എന്നും വേറൊരാൾ ദൈവത്തിന്റെ വരദാനമാണ് എന്നും പറയുന്നത്. ശരിക്കും ആരാണ് പിണറായി വിജയൻ? അയാൾ ആരായാലും KSRTCയും KCBയും പൂട്ടാറായി. ആശുപത്രികളിൽ മരുന്നില്ല. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടങ്ങി. ജീവനക്കാർക്കും കരാറുകാർക്കും കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത്. പട്ടികജാതിക്കാർക്ക് 3 കൊല്ലമായി ആനുകൂല്യങ്ങളില്ല. ലൈഫ് മിഷൻ സ്തംഭിച്ചു. വികസന പരിപാടികളും നിലച്ചു. ഇതൊക്കെയാണ് നാട്ടിലെ സാഹചര്യമെന്നിരിക്കെയാണ് സ്തുതിപാഠക സംഘം ഇറങ്ങി മുഖ്യമന്ത്രിയെ പുതിയ അവതാരമാണ് എന്ന് വരുത്തി തീർക്കുന്ന ദയനീയ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത്. CPMന്റെ ജീർണത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പിണറായിയെ സ്തുതിച്ചുകൊണ്ടുള്ള വീഡിയോ. ഇത് തന്നെയാണ് മോദിക്ക് വേണ്ടി BJPയും ചെയ്യുന്നത്. അതേ രീതിയിലാണ് പിണറായിയെയും അവതരിപ്പിക്കുന്നത്. ഇത് കേട്ട് കേരളത്തിലെ ജനം ചിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവരായി CPM നേതൃത്വം അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കോടികളാണ് ആശുപത്രികൾക്കുള്ള കുടിശ്ശിക. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള മെഡിസെപ്പ് തകർന്നു. കേരളം കണ്ട ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്കാണ് സംസ്ഥാനം കൂപ്പുകുത്തുന്നത്. UDF പുറത്തിറക്കിയ 2 ധവളപത്രങ്ങളിലും അപകടകരമായ അവസ്ഥയിലേക്കാണ് സംസ്ഥാനം പോകുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ്. കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചത് ഉദ്യോഗസ്ഥരാണ്. നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പിരിവ്. നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. ഇതിനൊക്കെ എതിരെയാണ് UDFും കോൺഗ്രസും സമരം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ വരെ നവകേരള സദസ്സിന് പണം നൽകിയെന്നാണ് 7 നവകേരള സദസ്സിന്റെ വേദികളിലും മുഖ്യമന്ത്രി പരിഹസിച്ചത്. കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയാണ് പണം കൊടുപ്പിച്ചത്. നവകേരള സദസ്സിന്റെ സംഘാടക സമിതി കൈപ്പറ്റിയ 1 ലക്ഷം രൂപയും അവർ തന്നെ നഗരസഭയിൽ തിരിച്ചടച്ചുവെന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറയണം. പോയി കക്കൂസ് കഴുകട എന്ന് പോലീസിനോട് പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറിയെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ലാളിച്ചാണ് വണ്ടിയിൽ കയറ്റിയത്. കണ്ണൂരിൽ MLA പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചു. പോലീസിന്റെ പിടിപ്പുകേടാണ് ആക്രമണത്തിന് കാരണമെന്ന് കല്യശ്ശേരി ഏരിയ സെക്രട്ടറി പറഞ്ഞു.
MV ജയരാജനും നിരന്തരമായി പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പാർട്ടി നേതാക്കൾ പോലീസുമായി സംഘർഷത്തിലാണ്. പോലീസിനെ നോക്കുകുത്തികളാക്കി മാറ്റിയിരിക്കുകയാണ്. പോലീസിനെ അപമാനിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ്? എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഭരിക്കുന്നത്? സ്വന്തം പാർട്ടിക്കാർ പോലീസിനെ അപമാനിക്കുന്നത് കണ്ടിട്ടും മുഖ്യമന്ത്രിക്ക് നാണമാകുന്നില്ലേ എന്നും VD സതീശൻ ചോദിച്ചു.